നിയമസഭയിൽ വെച്ച് പിണറായി വിജയൻ, നിയമസഭയ്ക്ക് പുറത്തു വെച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. എന്തുകൊണ്ടാണ് വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആ വകുപ്പങ്ങ് ഏറ്റെടുത്തത്? ആ വകുപ്പെടുത്തത് അഴിമതിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ പിണറായിയുടേത് എന്തൊരു വില കുറഞ്ഞ മറുപടി എന്നാണ് തകർത്തടിച്ചത് വി ഡി സതീശൻ. ഒന്നല്ല രണ്ടല്ല, 29 വകുപ്പുകളാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സ്വന്തം കൈവെള്ളയിൽ വച്ചിരുന്നത്. ഞാനൊരു മറുചോദ്യം ചോദിക്കട്ടെ എന്നായി വി ഡി സതീശൻ. എന്തിനാണ് IT വകുപ്പ് മുഖ്യമന്ത്രി കൈവശം വെച്ചത്? അത് പിണറായിക്ക് അഴിമതി നടത്താനാണോ അതോ മറ്റു വല്ലതിനുമാണോ? ഒരു മറുപടിയും പിണറായിക്കും കാണില്ല, CPM-നും കാണില്ല. ഒറ്റ മറുപടിയല്ല. 29 വകുപ്പുണ്ടായിരുന്നു പിണറായി വിജയൻ്റെ കയ്യിൽ. 29 വകുപ്പ്. IT വേറെ മന്ത്രിമാരുടെ കയ്യിലായിരുന്നു. എന്തിനാ IT എടുത്തു വെച്ചത്? അഴിമതി നടത്താൻ വേണ്ടിയിട്ടാണ്. IT വ്യവസായ വകുപ്പിൻ്റെ കൂടെ കൊടുക്കേണ്ട IT എടുത്ത് പിണറായി വിജയൻ കയ്യിൽ വെച്ചത് ഞാൻ ചോദിക്കാനുള്ള ആർക്ക് വേണ്ടിയിട്ടാണെന്ന്. ആർക്ക് വേണ്ടിയിട്ടായിരുന്നു IT എടുത്ത് വെച്ചത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഒരു വകുപ്പ് എടുക്കരുതായിരുന്നു എൻ്റെ ആഗ്രഹം. എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ടത്. ഞാനതാണ് ഞങ്ങളുടെ പാർട്ടിയിൽ പറഞ്ഞത്. ഞാൻ പ്രധാനപ്പെട്ട വകുപ്പുകളിൽ നിന്ന് എന്നെ ഒഴിവാക്കണം. സാധാരണ മുഖ്യമന്ത്രിമാർ കൈകാര്യം ചെയ്യേണ്ട കുറേ വകുപ്പുകളുണ്ട്, ഏത് മുഖ്യമന്ത്രിയാണെങ്കിലും. അതൊഴിച്ച് ആഭ്യന്തരവും വേണ്ട, ഫിനാൻസും വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അത് സമ്മതിച്ചില്ല. ഫിനാൻസ് നിർബന്ധമായി മുഖ്യമന്ത്രി എടുക്കണമെന്ന് പാർട്ടിയാണ് ആവശ്യപ്പെട്ടത്. നിർബന്ധമായി എല്ലാ മന്ത്രിമാരും ഒറ്റക്കെട്ടായിട്ട് ആവശ്യപ്പെട്ടിട്ടാണ് ഫിനാൻസ് എടുത്തത്, അല്ലേ? ഞാൻ പോർട്ട് കൊടുത്തു. പോർട്ട് എന്താ എടുക്കാൻ കാര്യം? പോർട്ട് എൻ്റെ ഡ്രീം പ്രോജക്റ്റാണ്. ഈ സർക്കാരിൻ്റെ ഏറ്റവും ഡ്രീം പ്രോജക്റ്റ് പോർട്ടാണ്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാവുമ്പോഴാണ് അതിൻ്റെ കോർഡിനേഷനും മറ്റു കാര്യങ്ങളും ചെയ്യുള്ളൂ. വകുപ്പ് എടുക്കുന്ന അഴിമതിക്ക് വേണ്ടിയിട്ടാണ്. എന്തൊരു വില കുറഞ്ഞ വർത്തമാനമാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അദ്ദേഹം ഇരിക്കുന്ന ആ കസേരയ്ക്ക് യോജിക്കാത്ത വർത്തമാനമാണ് ബഹുമാനപ്പെട്ട, എനിക്ക് വിഷമമുണ്ട്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. എൻ്റെ മറു ചോദ്യമാണ്, ആരുടെയെങ്കിലും നിന്നും കൈനീട്ടി മേടിക്കാൻ വേണ്ടിയിട്ടാണ് IT വെച്ചത്? അല്ല ആരെങ്കിലും സഹായിക്കാൻ വേണ്ടിയിട്ടാണ് IT വെച്ചത്? എൻ്റെ മറു ചോദ്യം. അതിന് മറുപടി പറയട്ടെ. IT എന്തിനാ കയ്യിൽ വെച്ചത്? എന്തിനാ IT കയ്യിൽ വെച്ചത് പിണറായി വിജയൻ? നമ്മളെ കൊണ്ട് പറയിപ്പിക്കല്ലേ. ഞാൻ ഇത്ര പറയുള്ളൂ. ഞാനായതുകൊണ്ട് ഞാൻ അതിൻ്റെ രണ്ടാമത്തെ റൗണ്ട് ഞാൻ പറയില്ല. നിങ്ങൾ കൊടുക്കുന്ന വാർത്തകളല്ല എനിക്ക് ഞാൻ മറുപടി പറയണത്. എന്തിനാ? നിങ്ങളൊക്കെ എന്തെല്ലാം വാർത്തകൾ ഇതുപോലത്തെ എന്തെല്ലാം വാർത്തകൾ നിങ്ങളെല്ലാവരും കൊടുത്തു. എന്തെല്ലാം വാർത്തകൾ. ഓഹരി കൈമാറ്റം നടത്തിയില്ലേ? സതീശനും ബദാനിയുമായിട്ട് ബന്ധമില്ലേ എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങളുടെ ചാനലിലൊക്കെ ഉൾപ്പെടെ എല്ലാവരും വന്ന് വൈകുന്നേരം പറയണ്ടല്ലോ. I have made it very clear. This is a stand of the government. This is a stand of the cabinet. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഈ ആരോപണം ഉന്നയിച്ചവരൊക്കെ തലയിൽ മുണ്ടിട്ട് പോയാൽ മതി. അത് രാഷ്ട്രീയ നേതാക്കളാണെങ്കിലും മാധ്യമപ്രവർത്തകരാണെങ്കിലും. അത് മനസ്സിലായില്ല, കാര്യം മനസ്സിലായില്ല. നിങ്ങൾക്ക് ഇത് സംബന്ധിച്ച ഒരു ചോദ്യം പോലും ഞാൻ ചോദിച്ചല്ലോ. ഈ ഗവൺമെൻറ് എന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്കൊരു ചോദ്യം പോലും ചോദിക്കാൻ പറ്റില്ല. എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ഞാൻ പറയട്ടെ, നിങ്ങൾ മൈക്രോസ്കോപ്പിക് ലെൻസുമായിട്ട് സർക്കാരിൻ്റെ പുറകെ നടക്കുക. ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഊതി വീർപ്പിക്കുകയാണ്. നിങ്ങൾ ഇല്ലാത്ത അതൊന്നും അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അതെന്താ? അല്ലല്ല, അത് അങ്ങനെ നിങ്ങൾക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം അങ്ങനെ അത്രേ ഉള്ളു. ചേട്ടൻ എന്നെ ഇനി ദേശാഭിമാനി വീണ്ടും വായിപ്പിക്കല്ലേ. ഞാൻ കറക്റ്റായിട്ട് മറുപടി പറയാം. എല്ലാ ദിവസവും അതിനൊന്നും മറുപടി പറയാൻ പറ്റില്ല. ഞാൻ ഓരോരുത്തരെ ഞാൻ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് ഞാൻ മുഖ്യമന്ത്രി ആവുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമായിരുന്നോ? എനിക്ക് പോലും അറിയില്ലായിരുന്നു. ചുമ്മാ ഇതെല്ലാം എനിക്കറിയാം ഇത് എവിടെ നിന്നാണ് ഇത് ആരംഭിക്കുന്നതെന്ന്. ചില ചാനലുകളിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. അതാരാണ് ഇത്തരം ഗൂഢാലോചന നടത്തുന്നതെന്നൊക്കെ നന്നായി അറിഞ്ഞത്, നന്നായി ആസ്വദിച്ചിരിക്കുക. ഞാൻ കഴിഞ്ഞ ഒരാഴ്ച നിങ്ങളീ കൊടുത്ത വാർത്തകളൊക്കെ കണ്ട് ഞാൻ നിശബ്ദനാണ് മറ്റാണെന്നൊക്കെ നിങ്ങൾ പറയും, ആസ്വദിച്ചിരിക്കുക. ഞാനതുകൊണ്ടാണ് വന്ന് ചോദിച്ചത്, തൻ്റെ ഇടത്തോടു കൂടി നിങ്ങളോട് ചോദിച്ചത്, ഈ സർക്കാർ എന്ത് തെറ്റാണ് ഈ വിഴിഞ്ഞം പോർട്ടിൽ ചെയ്തതെന്ന്. ഒരു മറുപടി ഉണ്ടായില്ലല്ലോ ഒരാൾക്കും. ഇനി വേണമെങ്കിൽ ചെന്നിരുന്നിട്ട് എന്ത് വേണേലും പറഞ്ഞോ. പിന്നെ ഞാനാണ് ഇപ്പോൾ തീരുമാനങ്ങളെല്ലാം പ്രഖ്യാപിച്ചത് ഞാൻ ഒറ്റയ്ക്കാണോ? ഏത് തീരുമാനമാണ് ഞാൻ ഒറ്റയ്ക്ക് എടുത്തത്? ഒന്ന് ചോദിച്ചേ. ആ ചോദ്യത്തിനൊന്നും മറുപടി പറ. ഏഷ്യാനെറ്റിൻ്റെ ലേഖനം ആ ചോദ്യത്തിന് മറുപടി പറ. നിങ്ങൾ പറയാണ്. അല്ലാതെ നോ ഞാൻ ഏത് തീരുമാനമാണ് ഒറ്റയ്ക്കെടുത്തതെന്ന് പറ. ഒരാളും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഉണ്ടാക്കുന്ന വാർത്തകളാ. അല്ലല്ല ചോദിക്കേ
ഏ ആരെ ഒരു തീരുമാനം അല്ലല്ലല്ല ഞാൻ ഒറ്റയ്ക്കെടുത്ത എൻ്റെ ചോദ്യം അതാണ്. ഞാൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനം ഏതാ? നിങ്ങൾ പറയുന്നുണ്ട് ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഒരു തീരുമാനം എടുത്തിട്ടില്ല. നിങ്ങൾ ഇതൊക്കെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ CPM അല്ലല്ലോ. CPM നടക്കണ കാര്യം നിങ്ങൾ അന്വേഷിക്കും. നടക്കണ കാര്യം അതൊക്കെ ഇതിനൊക്കെ പ്രോസസ് ഉണ്ടെന്ന് അതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. അവിടെയൊക്കെ അല്ല, ഞാൻ ചോദിച്ചല്ലോ, ഈ സർക്കാർ എന്ത് തെറ്റാണ് അക്കാര്യത്തിൽ ചെയ്തത്? നിയമവിരുദ്ധമായിട്ടോ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്തോ എന്ന് നമ്മൾ ചോദിച്ചല്ലോ. ആരോപണം ഉന്നയിച്ചവരെ കുറിച്ചാണ്, ഞാൻ അല്ലാത്ത മാധ്യമങ്ങളെ കുറിച്ചല്ല പറഞ്ഞത്. എന്ത് തെറ്റാണ് ചെയ്തതെന്ന്, ഈ സർക്കാർ എന്ത് തെറ്റ് ചെയ്തു എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ഒറ്റ ആൾക്ക് മറുപടിയില്ല. ഒരു ചോദ്യമില്ല. നിങ്ങൾക്ക് കിട്ടിയല്ല, തന്നല്ലോ നേരത്തെ. ദേശാഭിമാനിക്ക് നന്നായിട്ട് തന്നല്ലോ. ഇനിയും ചോദിച്ചു മേടിക്കല്ലേ എൻ്റെ നിന്ന്. വേറെയും ദേശാഭിമാനി എൻ്റെ അടുത്ത് 2025 ആ വേറെ പറ. ഇപ്പോൾ മനസ്സിലായില്ലേ VD സതീശന്റെ ആ ചോദ്യത്തിന് വല്ലാണ്ടൊരു അർത്ഥമുണ്ടെന്ന്? എന്തിനാണ് പിണറായി വിജയൻ IT വകുപ്പ് കൈവശം വെച്ചത്? എന്താണ് അന്നത്തെ വ്യവസായ മന്ത്രി P രാജീവിന് ആ വകുപ്പ് കൈമാറാത്തത്? ഉത്തരം പിന്നാലെ വരും. ഇനി വയനാട്ടിൽ ആ തുരങ്ക പദ്ധതിക്കെതിരെ പ്രതികരിച്ചതിന് പാരിസ്ഥിതിക പഠനം നടത്താതെ അനുമതി നൽകരുതെന്ന് പറഞ്ഞതിന് തന്നെ മണ്ണ് പരിശോധന വിദഗ്ധൻ എന്തൊക്കെ മാറ്റി CPM സൈബർ പോരാളികൾ. തന്നെ തുരങ്കപാത വികസന വിരുദ്ധനാക്കി CPM സൈബർ ഹാൻഡിലുകൾ. ഒരു കാരണവശാലും ഈ പദ്ധതി വരാൻ പാടില്ലെന്ന് പറഞ്ഞ ആ പദ്ധതിയാണ് ഇപ്പോൾ പിണറായി വിജയൻ പാറ പൊട്ടിച്ച് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ വയനാട് വിഷയത്തിൻ്റെ പേരിൽ CPMകാർ ഒരു പരിഹാസ കഥാപാത്രമാക്കി മാറ്റിയ താൻ തീർച്ചയായും അവിടെ എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിച്ചിരിക്കും. ഇതാണ് VD സതീശന്റെ ആ ശക്തമായ മറുപടി. അല്ലല്ലോ, നിങ്ങളിതൊക്കെ ആലോചിച്ചോ? ആ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ അധിക്ഷേപം കേട്ട ഒരാളാണ് ഞാൻ എന്താണ് പറഞ്ഞത്? ഗൗരവതരമായി പരിശോധിക്കാതെ, പാരിസ്ഥിതിക ആഘാത പഠനം ഗൗരവമായി നടത്താതെ ഈ പദ്ധതിയുമായി പോകരുത്. എന്താ കാര്യം? വയനാട് വെസ്റ്റേൺ ഗാർഡ്സ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവാണ്, ഫ്രജൈലാണ് അവിടുത്തെ മണ്ണ്. എന്നെ എന്തുമാത്രം പരിഹാസം ഉണ്ടായിരുന്നു. മണ്ണ് പരിശോധനാ വിദഗ്ധൻ എന്നെല്ലാം പറഞ്ഞു. മണ്ണ് പരിശോധനാ വിദഗ്ധൻ എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കി CPM ഹാൻഡിലുകൾ. അവരാണ് എൻ്റെ PR മുഴുവൻ നടത്തിയത്. എനിക്ക് നന്ദിയുണ്ട് അവരോട്. ഞാൻ ഒന്നും പറഞ്ഞു അവരെയൊന്നും മാറ്റല്ലെന്ന്. കാരണം അവരാണ് എനിക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ക്യാമ്പയിൻ നടത്തിയത്. കാരണം ആ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള 2-3 മാസം സോഷ്യൽ മീഡിയ തുറന്നാൽ എന്നെ മാത്രം, എൻ്റെ വികൃതമായ രൂപങ്ങളൊക്കെ ഉള്ളതാണെങ്കിലും എൻ്റെ കണ്ണൊക്കെ തളിച്ചിട്ടുള്ളതാണെങ്കിലും എൻ്റെ പടം മാത്രം ഉണ്ടായിരുന്നില്ല. ഏറ്റവും കൂടുതൽ എന്നെ CPM അധിക്ഷേപിച്ച വിഷയം തുരങ്കപാത വികസനം തകർക്കാൻ ശ്രമിക്കുന്ന വികസന വിരുദ്ധൻ എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, അതുപോലത്തെ സെൻസിറ്റീവായൊരു സ്ഥലത്ത് ഇത് ചെയ്യുമ്പോൾ സൂക്ഷിച്ചു വേണമെന്ന് പറഞ്ഞു. ഇവിടെ സ്റ്റേറ്റ് ഒരു പഠനം നടത്തി. ആ പഠനത്തിലെ റിസൾട്ട് എന്താ? ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലെന്ന്. രണ്ടാമത് സെൻട്രൽ ഗവൺമെൻറ് വേണ്ടാന്ന് പറഞ്ഞു. വീണ്ടും സംസ്ഥാന ഗവൺമെൻറ് നിർബന്ധിച്ച് അവിടെ നിന്ന് 50ഓളം കർശനമായ നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ടിട്ടുള്ളതാണ് ഈ തുരങ്കപാതയുടെ പണി തുടങ്ങിയത്. അതുകൊണ്ടാണല്ലോ നമ്മൾ പറഞ്ഞത് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കട്ടെ. ഞാനിപ്പോഴും അങ്ങനെ പറയും, ഗവൺമെൻറ്റിൻ്റെ ഭാഗമല്ലേ. പക്ഷേ ഈ ഒരു വിഷയത്തിൻ്റെ പുറത്ത് ഒരുപാട് പരിഹസിക്കപ്പെട്ട, ആക്ഷേപിക്കപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു ഞാനെന്ന് നിങ്ങളൊക്കെ ഓർക്കുന്നതല്ല.